ഹലോ, ഇന്ന് വന്നിരിക്കുന്നതേ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ, അതുകൊണ്ട് ഇത് ഞാൻ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ, അച്ഛൻ, അമ്മ, അനിയൻ, മക്കൾ 5 മാമൻ, മാമി, ദേവിക, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി യാത്ര തിരിച്ചു. ഇങ്ങോട്ടാന്നല്ലേ, ആദിയോഗി സെൻറ്ററിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം മുതൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻ വീഡിയോ എടുക്കൽ. വീഡിയോ എടുത്ത് കുറേ വീഡിയോ എടുത്ത്. ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതായത് ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു ട്രെയിൻ വരുന്നത്. കാറ് പാർക്ക് ചെയ്യാൻ കുട്ടേട്ടൻ അപ്പുറത്താണ് പോയത്. പ്ലാറ്റ്ഫോം 4 പോയി പാർക്ക് ചെയ്തിട്ട് കുട്ടേട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് രസമായിരുന്നു. മക്കൾക്കും നല്ല രസമായിരുന്നു. രാത്രിയാണ് പോയത്. രാത്രി ഞങ്ങൾ 11 മണീൻ്റെ ട്രെയിനിനാണ് അവിടെ നിന്ന് പോയത്. 11 മണീൻ്റെ ട്രെയിനിന് ഇവിടെ നിന്ന് കയറിയിട്ട് കോയമ്പത്തൂരിലേക്കാട്ടോ പോയത്. കോയമ്പത്തൂരിൽ ഡയറക്റ്റാണേ ട്രെയിന്. അങ്ങനെ ട്രെയിൻ വന്നു, കണ്ടോ കൂട്ടുകാരെ. പക്ഷേ ഞങ്ങളുടെ ട്രെയിനല്ല, അത് വന്നു, അതിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഞങ്ങളുടെ ട്രെയിന് നമ്മൾ കയറേണ്ട സ്ഥലമല്ലേ, അത് ഞങ്ങൾ ഇരുന്നോടത്തിലൊന്നുമല്ലായിരുന്നു. അത് കുറച്ച് ദൂരെ, പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്ന്. അങ്ങനെ എല്ലാവരും നടക്കുന്ന വീഡിയോ ഞാനങ്ങ് എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ഞാൻ എന്നിട്ട് ഓടി മുന്നിൽ പോയി. അത് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിനായിരുന്നില്ലേ നീ ഓടിയത് എന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. അതാ എൻ്റെ അനിയൻ്റെ ഭാര്യേൻ്റെ സ്റ്റൈലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പിന്നെ അപ്പുറത്ത് കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ കുട്ടേനെ പറഞ്ഞു, കുട്ടേനെ നിൽക്കാൻ പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുട്ടേനെ പറയേ ഇനി എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ അനിയനും ഭാര്യ ഇപ്പുറത്തുണ്ടായിരുന്നു, അവരെയും കുട്ടി എടുത്തു. പിന്നെ അനിയൻ ഭയങ്കര ഡീസൻ്റായിട്ട് നിന്നേ. അച്ഛൻ, ഞാൻ അപ്പോഴേ അവരോട് പറയണ്ടേ, ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇടാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാന്നുള്ളത് ഞാൻ അപ്പോഴേ പറയുന്നത്. കാരണം അതിന് ഏകദേശം ഒരു വൃത്തിയും വെടിപ്പും മെനയൊക്കെ വേണമല്ലോ ഈ വീഡിയോയ്ക്ക്. അങ്ങനെ എൻ്റെ ഇത് ഞാൻ തന്നെ എടുത്തു. പിന്നെ ഞാൻ അനിയൻ്റെ ഭാര്യൻ്റെ കൊടുത്തു. എൻ്റെ വീഡിയോ എന്തെങ്കിലും വേണ്ട, ഞാനിവരെ കൂട്ടത്തിലുണ്ടെന്ന് അറിയാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഡയലോഗാണ്. ഞാൻ ഒരു വ്യക്തിബന്ധം ഇല്ലാത്ത കാര്യമായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് വരുന്നത് എനിക്ക് തന്നെ അറിയാം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങനെ വരുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിടും. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലച്ചുവും നഗ്രിയും നിഹമോളും നിളമോളും ഒക്കെ ട്രെയിനിൽ കയറിയത് ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോകുമ്പോഴേ. പക്ഷെ കുഞ്ഞുവാ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി കയറി. സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് യാത്രയായിരുന്നു, നല്ല സുഖമുള്ള യാത്രയായിരുന്നു. കുഞ്ഞുവാവേനോട് ട്രെയിനിൽ പോവുകയാണെന്നുള്ളത് പറഞ്ഞപ്പോൾ കുഞ്ഞുവാവ ട്രെയിനിൽ, ഞങ്ങളാണെങ്കിൽ 8 മോളായിരുന്നു, 3 തട്ടാണല്ലോ, 8 മോളായിരുന്നു ഞാൻ കുഞ്ഞുവാവ. അപ്പോൾ ഞാൻ കുഞ്ഞുവാവനോട് പറഞ്ഞു, നമ്മൾ പോവാട്ടോ വാവേ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുവാവ എന്നോട് അടുത്ത വയ്ക്ക് പറയും, അല്ലമ്മേ അതിന് നമ്മൾ പോകുന്നില്ലല്ലോ, നമ്മളിവിടെ ഇരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഇരുടാണല്ലോ, ട്രെയിനിന് പോയതൊന്നും ആശാത്തി അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി ഗൈസ്. കോയമ്പത്തൂരെത്തി 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ പുലച്ചക്കിനെത്തി. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ സമയം ചിലവാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ടാക്സി വിളിച്ചു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ബസ്സിന് പോകാമെന്ന്. പക്ഷെ ബസ് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ വിളിച്ച് നേരെ ഞങ്ങൾ ഇഷയിലെത്തി. അടിപൊളി കേട്ടോ, അടിപൊളി വൈബാ. ഞങ്ങൾ ഈ ഏറ്റവും ഫസ്റ്റുള്ള ഗേറ്റിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വണ്ടി ഇറങ്ങിയത്. കാരണം ഞങ്ങൾ അവിടെ വണ്ടി ഇറങ്ങി കുറേ നടക്കാറുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. പിന്നെ ഒരു കാര്യമാണ്, വണ്ടി ഉള്ളോട്ട് പോയില്ല കേട്ടോ, അവിടെ ഗേറ്റ് തുറന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടോ ഞങ്ങൾ കുറച്ച് നടക്കട്ടെ, എന്തായാലും വേണ്ടിയില്ല. നടത്തം നല്ല അടിപൊളിയായിരുന്നു. കാരണം എന്താണെന്നറിയുമോ, നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാറ്റാണോ, നല്ല ശക്തിയുള്ള കാറ്റ്, നല്ല അടിപൊളി കാറ്റ്. ആ കാറ്റത്ത് ഇങ്ങനെ നടക്കാൻ രാവിലെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കണ്ടോ കുറേ നടക്കാണ്ട്.
കുട്ടേണ്ണ അച്ഛനൊക്കെ നന്നായി എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എല്ലാവരും നന്നായി വർത്താനൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പക്ഷെ കാറ്റ് കണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി കാറ്റായിരുന്നു. അതാ നമ്മളോട് ഭഗവാനെ കണ്ടോ, അതാ ഭഗവാൻ. ഈ വീഡിയോയിൽ അതായത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ എത്തി, ഇനി കുറച്ചും കൂടി പോയാലും എത്തുമല്ലോ എന്ന്. പക്ഷേ അങ്ങോട്ട് ചെല്ലും തോറും ഭഗവാൻ അങ്ങോട്ട് ദൂരേക്ക് പോകുമ്പോഴേത് കണ്ടോ ചുഴലി പോലെ കാറ്റ് കണ്ടോ, പൊടി വാറുന്ന അടിപൊളിയാണ്. പക്ഷെ നല്ല വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ, സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി. വീഡിയോയിൽ ഇങ്ങനെയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അറിയാലോ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ തന്നെ ആ ഗ്രൗണ്ടിലുണ്ടോ, എനിക്ക് ഇഷ്ടമായി ആ മരം കണ്ടോ, നല്ല അടിപൊളിയൊരു മരം. നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ ടൈപ്പ് മരം. ആ മരം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ മരത്തിൻ്റെ മാത്രം വീഡിയോ ഞാൻ പിന്നെ സൂം ചെയ്തെടുത്തു കേട്ടോ. അതാ ഭഗവാൻ, അതാണ് ഈ വീഡിയോ, മരത്തിൻ്റെ വീഡിയോ. പിന്നെ അതിൻ്റെ ഇടയിൽ മയിലിനെ കണ്ടപ്പം ഇല്ല ചിച്ചുട്ടിക്ക് മയിലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാമനും ചിച്ചുട്ടിക്ക് കൂടി പോവാം. അങ്ങനെ അവരെ കൊണ്ട് പോയപ്പോൾ മയിലിൻ്റെ പാട്ടിന് നേരെ പിന്നെ തിരിച്ച് രണ്ടാളും ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ചിച്ചുട്ടി എന്ത് പറഞ്ഞാലും മാമനും ഓക്കെയാണ്. അമ്മായി അത് നോക്കിയിരിക്കുന്ന വീഡിയോ ആണേ അത്. ഇതാണ് എൻ്റെ അമ്മായി, സൂപ്പറാട്ടോ, നല്ല വൈബാ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ബോർഡ് കണ്ടു, ഇതാണ് ആ ബോർഡ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് കുറേ ഇതുപോലെയാണ് ഭഗവാൻ. കുട്ടികൾ നല്ല സ്പീഡാട്ടോ, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര മുന്നിൽ കണ്ടോ, കാറ്റിൻ്റെ ആ ഒരു പവർ എടുത്തതാട്ടോ ആ ഷാളുകൊണ്ട്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ആ കാലാവസ്ഥ സൂപ്പറായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളുടെ നല്ല പോസിൽ നടക്കുക, നല്ല പോസൊക്കെ ഇട്ടിട്ട് എന്തായാലും സൂപ്പറായിരുന്നു. പിന്നെ ഭഗവാന്റെ അടുത്തെത്തി പോയപ്പോൾ ഞാനും എൻ്റേതായിട്ടൊരു വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറകോട്ട് പിന്നെയും പോകാനുണ്ട് കേട്ടോ. അത് ഭഗവാനെ ആ സ്റ്റാച്ചു കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് കുറേ പോകുമ്പോൾ അതാ ഇങ്ങനെ ഒരു ശിവനെ കാണാം. ആ ശിവൻ്റെ അടുത്ത് തന്നെ ശിവൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു എന്താ പറയുക കാളകളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് ഈ റിക്ഷ ഉണ്ടല്ലോ, റിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാളകളാണ് അതൊക്കെ. അതാണ് ഹോട്ടൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ ഈ മൊബൈലൊക്കെ വെക്കേണ്ടത്. പിന്നെ ഡ്രസ്സ് നമുക്ക് കയ്യിൽ പിടിക്കാം കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. അതിൻ്റെ മുന്നേ അതായത് അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും അതുപോലെ തന്നെ അവിടെയുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഉള്ളിലേക്ക് ഫോണും ഉണ്ടാകാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ കാളവണ്ടിയിൽ പോന്നു. രസമല്ലേ? ഞങ്ങൾക്ക് പാവം തോന്നി കേട്ടോ കാളനെ ആലോചിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും വെയിറ്റ് താങ്ങി പോവല്ലേ. എന്തായാലും ഞങ്ങൾ കാളവണ്ടിയിൽ കയറി പോന്നു. പ്രകൃതി നല്ല മനോഹരിയാണ് അവിടെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള മെഡിറ്റേഷൻ സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മെഡിറ്റേഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഹൈ പവർ നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതെനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല മനോഹരമായ പ്രകൃതിയാണ്, നല്ല സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ കാളവണ്ടിയിൽ പോന്നു. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ ഫാമൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടി ഫാം. അതായത് ഇങ്ങനെ നമ്മുടെ ഈ അവിടെ ഞാൻ കണ്ടത് നമ്മുടെ തേക്കിൻ തൈകൾ കുറേ കണ്ടു കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെന്താ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാളവണ്ടിയിൽ ഇങ്ങനെ ആസ്വദിച്ച് പോകും. എൻ്റെ ഡയലോഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കേട്ടോ ഗൈസ്. അതൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മളെ ലച്ചുനെയൊക്കെ കുറച്ച് പുകഴ്ത്തി ഉള്ള ഡയലോഗുകളായിരുന്നു അത്. അങ്ങനെ പോന്നു. ദൂരെ നോക്കിയപ്പോൾ ഒരു ഏറുമാടം പോലെ ഒരു സംഭവം കണ്ടപ്പോൾ ജസ്റ്റ് സൂം ചെയ്തെടുത്ത്. അവിടെ എന്തോ ഒരു കൃഷിയുണ്ട്, അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ ഭഗവാന്റെ പുറകിൽ തന്നെ കാളവണ്ടി ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. പിന്നെ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഷോ നല്ല സൂപ്പറാണല്ലോ. അങ്ങനെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നത്. പക്ഷേ ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് മുന്നേ നല്ല പെരുമഴ കിട്ടി ഞങ്ങൾക്ക്, നല്ല അടിപൊളി പെരുമഴ. അതിൽ ഞങ്ങൾ കയറി കേട്ടോ, ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ സംഭവങ്ങൾ ചായക്കടികളൊക്കെ നന്നായി ടേസ്റ്റൊക്കെ ചെയ്ത് ആസ്വദിച്ച് കഴിച്ച്. കാരണം മഴ ഉണ്ടായില്ല, മഴ ചായക്കടി അതായത് ചായ പരിപ്പ് അത് നമ്മളൊരു വൈബാണല്ലോ മലയാളീസിൻ്റെ, അതൊക്കെ ആസ്വദിച്ച് കഴിച്ച്. പിന്നെ എന്താണെന്നറിയില്ല, ലൈറ്റ് ഷോ തുടങ്ങുന്നതിൻ്റെ
ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് ഒരു 5-10 മിനിറ്റ് മുന്നേ മഴയൊക്കെ നിന്നിട്ട്, അതുകൊണ്ട് എന്തായി ഞങ്ങൾക്ക് ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റി. ലൈറ്റ് ഷോ നല്ല അടിപൊളിയാണ് കേട്ടോ, അവിടെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നേ, ഉള്ളിലും കുറേ കടകളുണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തിരിച്ചു പോന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു, നല്ല പോസിറ്റിവിറ്റി ആയിരുന്നു, എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കിപ്പോൾ ഫീൽ ചെയ്തിരിക്കണം നിങ്ങൾക്ക് എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി കേട്ടോ. എന്തായാലും അവിടെ പോകാൻ കഴിഞ്ഞത് ഭഗവാനോട് താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. ആദ്യമായിട്ടായിട്ടോ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എങ്കിൽ ശരി, ബായ്.